ഹലോ, വെൽക്കം ടു വിങ്നൂസ് കിച്ചൺ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുഡ് റെസിപ്പീസ് ഒന്നുമായിട്ടല്ല, നമുക്ക് വീട്ടിൽ നമ്മുടെ ഹെയറൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഗ്രോത്ത് ഓയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുടി റിലേറ്റഡ് ആയിട്ട് എല്ലാവർക്കും ഒത്തിരി വിഷമമുള്ളൊരു കാര്യമായിരിക്കും. അയ്യോ എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ മുടിയിൽ താരനുണ്ട്, അല്ലെങ്കിൽ മുടി നരച്ചു പോകുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനെല്ലാം ഒരു പ്രതിവിധിയായിട്ടുള്ളൊരു ഓയിലാണ് ഇത്. നമുക്കപ്പോൾ ഈ ഓയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാനപ്പോൾ ഈ ഒരു ഓയിൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിലെ പോലെ എല്ലാമൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല, ഉള്ളത് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ഓയിലാണ്. ഇവിടെ ഞാൻ കുറച്ച് കറ്റാർവാഴ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറ്റാർവാഴ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. അതിൻ്റെ പൾപ്പ് അതിൽ നിന്നൊരു സ്പൂൺ വെച്ച് എടുത്ത് മാറ്റാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്, ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. അത് ഒരു കുഞ്ഞു കപ്പിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. മട്ട റൈസിൻ്റെ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഗുണം നമുക്ക് കൂടുതൽ റെഡ് മട്ട റൈസിൻ്റെയൊക്കെ കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുന്നതായിരിക്കും, നാടൻ അരിയുടെ കഞ്ഞിവെള്ളം. പിന്നെ എടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ള റോസ്മേരി ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ നമ്മൾ ഫുഡിലൊക്കെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഇലയാണ്. അപ്പോൾ അത് നമുക്ക് മുടി വളർച്ചയ്ക്കും ഒത്തിരി സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇലയ്ക്ക് പകരം കൈതോന്നി എടുക്കാം കേട്ടോ. കൈതോന്നി, പിന്നെ അതേപോലെ തന്നെ മയിലാഞ്ചി ഇല, അതൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നീലാമരിയൊക്കെ ഇപ്പോൾ എല്ലായിടത്തൊന്നും കിട്ടാനില്ല എന്ന് തോന്നുന്നു. കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക. നല്ല ഗുണമുള്ള ഒരു ചെടിയാണത്. നമ്മൾ ആ മുടിയൊക്കെ ഒത്തിരി വളരാനായിട്ടും അതിൽ മുടി കൊഴിച്ചിലിനെ ഒത്തിരി തടയാനും ഒക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നീലാമരി. അതുപോലെ തന്നെ കൈതോന്നി ശരിക്കും എനിക്ക് ഒത്തിരി ഉപയോഗപ്പെട്ടിട്ടുള്ളൊരു ഇലയാണ് കൈതോന്നിയുടെ ഇലയെന്ന് പറയുന്നത്. നമുക്ക് എത്ര എടുക്കാൻ പറ്റുന്നോ അത്രയും നിങ്ങൾ കിട്ടുന്നിടത്തോളം കൈതോന്നി എടുത്തേക്കുക. അതിന് അങ്ങനെ ഇന്ന ക്വാണ്ടിറ്റി തന്നെ വേണമെന്നൊന്നുമില്ല. കൈതോന്നിക്ക് നമ്മൾ എത്ര ആഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങൾ എടുക്കുക. അത്രയും ഗുണവും നമുക്ക് ആ ഒരു എണ്ണ കൊണ്ട് നമുക്ക് കിട്ടും കേട്ടോ മുടിക്ക്. അതേപോലെ മുടി നല്ലോണം കറുക്കാനൊക്കെ മൈലാഞ്ചി ഒത്തിരി സഹായിക്കും. പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കരുത്. ഒരുപാട് നമ്മൾ മൈലാഞ്ചി എണ്ണ കാച്ചുമ്പോഴത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി ചെമ്പിക്കാൻ ചാൻസ് ഉണ്ട്. മൈലാഞ്ചി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കൈപ്പിടിക്ക് വേണ്ടിയിട്ട് മാത്രം എടുക്കുക. കൈതോന്നി അങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് കുറവാണ്, കിട്ടാനില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ട് നമ്മുടെ തൊടികളിൽ, അതേപോലെ തന്നെ വയൽ സൈഡിലൊക്കെ ഇല്ലേ, അതേപോലെ നീർച്ചാലുകളുള്ള സ്ഥലത്തോ പിന്നെ തൊടികളിലോ വയലൊക്കെ സൈഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒത്തിരി നമുക്ക് കൈതോന്നി ചെടി കാണാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെയാണ് എടുക്കാറുള്ളത്. പിന്നെ നമ്മൾ മുടിയെ ഒത്തിരി വളരാനായിട്ട് സഹായിക്കുന്നൊരു പൂവാണ് ചെമ്പരന്തി. അപ്പോൾ അതും ഇതുപോലെ തന്നെ ക്വാണ്ടിറ്റിയൊന്നും അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്നിടത്തോളം പൂവ് നിങ്ങൾക്ക് എടുക്കാം കാച്ചുന്നതിന് വേണ്ടിയിട്ട്. എന്നും പറഞ്ഞിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കരുത്, എന്നാലും നമ്മൾ എല്ലാ ഇലകളും എടുക്കുന്ന പോലെയൊക്കെ തന്നെ നമുക്കതും എടുക്കാമേ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണിന് വേണ്ടി ജീരകം എടുക്കുന്നുണ്ട്, 1.25 ടീസ്പൂണിന് വേണ്ടിയിട്ട് ഉലുവ എടുക്കുന്നുണ്ട്. ജീരകം എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ എന്തെങ്കിലും കുളിച്ചിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും നീർവീഴ്ച അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീരകം എടുത്തിട്ടുള്ളത്. പിന്നെ ഉലുവ നമ്മൾ തലയിൽ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനും അതേപോലെ തന്നെ മുടി ഒരുപാട് വളരാനും ഒക്കെ ഉലുവ സഹായിക്കും. ഉലുവ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ നമ്മൾ ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള ഉലുവ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് ഒരു 1.5 മണിക്കൂറിന് ശേഷം എടുത്ത് ഈ ഇലകൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിന് കൂട്ടത്തിൽ അരച്ചെടുത്താലും മതിയാവേ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 കുഞ്ഞുള്ളിയും പിന്നെ 2 നെല്ലിക്കയാണ്. കാട്ടുനെല്ലിക്ക എന്നൊക്കെ പറയത്തില്ലേ, വെള്ള നെല്ലിക്ക, അതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ കുരിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. നെല്ലിക്ക എടുക്കുമ്പോഴത്തേക്കും മുടി വളരും എന്ന് കരുതിയിട്ട് ഒരുപാട് ആഡ് ചെയ്യരുത്. നമ്മൾ ഒരുപാട് നെല്ലിക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി ഒരുപാട് തിന്നായി പോവേ, നമ്മൾ എണ്ണ കാച്ചി തേക്കുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ കറ്റാർ വഴിയും ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കരുത്. ഉള്ളിയും ഞാൻ നെല്ലിക്ക അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഞാനിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാൻ പോവാം. എൻ്റെ കയ്യിൽ കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്കിത് ഒരു പാനിൽ ഇട്ട് മാറ്റിയിട്ടൊന്ന് കാച്ചിയെടുക്കാവേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ പാനിലേക്ക് കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണേ. കഞ്ഞിവെള്ളം എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. 1 കപ്പിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ.
കുഴപ്പമില്ല, നല്ലതാണ്. അതേപോലെ തന്നെ കാച്ചത് എണ്ണയുടെ കൂടെ അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് മാറ്റി വെച്ചിട്ട് കുളിക്കുന്ന സമയത്ത് നമ്മളിതിൽ മുടി നന്നായിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല നീളം വയ്ക്കാനും സഹായിക്കുക കഞ്ഞിവെള്ളം. ഇനി അരച്ച് വെച്ചിരുന്ന ഇലകളുടെ കൂട്ടും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയും കൂടെ ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ 2 പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ എണ്ണ നമ്മൾ കാച്ചുമ്പോഴത്തേക്ക് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ കാച്ചരുതേ. ഒന്നെങ്കിൽ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ലോയ്ക്കും ഇടയ്ക്കിട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന കറ്റാർ വാഴയും കൂടി ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോൾ എണ്ണ അവിടെ നല്ല തിളച്ച് വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലൊരു പച്ച കളറിലാണ് ഈ ഓയിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീയിൽ കിടന്നിട്ട് ഓയിലിൽ ആ ഇലകളെല്ലാം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി മൂത്ത് വരുന്ന ടൈമിൽ നല്ലൊരു ഡാർക്ക് കളറിൽ കിട്ടും. അതേപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക മണവുമാണ് ആ ഇലകളുടെ എല്ലാം. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്നൊരു തവി വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കറ്റാർവാഴ ആഡ് ചെയ്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ അതിൽ നിന്നുള്ള പൾപ്പ് എടുത്തിട്ട് ആഡ് ചെയ്താലും ശരി, അല്ലാതെ നമ്മൾ ഇതേപോലെ കുഞ്ഞു പീസസ് ആയിട്ട് ആഡ് ചെയ്താലും കറ്റാർവാഴ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എണ്ണ കിടന്നിട്ട് അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് മാറ്റി ലോയിലോട്ട് വെച്ചിട്ട് വേണം കറ്റാർവാഴ ആഡ് ചെയ്ത് കൊടുക്കാനേ. കണ്ടോ, ആദ്യം ആ ഒരു പച്ച കളറിലാണ് ഓയിലിരുന്നത്. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇലകളുടെ ആ ഒരു കളർ അതേപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു കളറ് മാറിയിട്ട് ബ്ലാക്ക് കളറിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഇലകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇല അരച്ചിട്ടത് നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാനൊന്ന് ഓഫ് ചെയ്യുവാണേ. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഞാനിത് സ്കിപ്പ് ചെയ്താണ് നിങ്ങൾ വീഡിയോ എടുത്തിട്ടുള്ളത്. ഒരു അരമണിക്കൂറോളം ഇതൊന്ന് കാച്ചി എടുക്കാനായിട്ട് ടൈം എടുക്കും കേട്ടോ. ഓയിൽ നമ്മളിത് ആഡ് ചെയ്തിട്ട് കണ്ടോ, നമ്മൾ എണ്ണ കാച്ചി കഴിയുമ്പോൾ ഈ ഒരു കളറിലായിരിക്കും നമുക്ക് ആ ഒരു ഓയിൽ കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ് പൊട്ടിച്ച് ആഡ് ചെയ്യാം, എണ്ണ ഒന്ന് തണുത്തതിന് ശേഷം കേട്ടോ. പക്ഷെ അത് കൈതോന്നിയൊക്കെ ആഡ് ചെയ്യുക, നീലാമ്പരിയൊക്കെ ആഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എണ്ണയൊക്കെ ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു ബോട്ടിലോട്ട് ഇത് മാറ്റുവാണേ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞവരപ്പച്ച അല്ലാന്നുണ്ടെങ്കിൽ പനിക്കൂർക്കാന്നും പറഞ്ഞൊരു ഇല കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പോൾ ഇവിടെ ഞാനൊരു 600-700 ഗ്രാമിന് വേണ്ടിയിട്ട് ഓയിൽ എടുക്കുന്നു. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാനൊരു 10 ഞവരപ്പച്ച ഇലയും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ജലദോഷം അങ്ങനെയുള്ളതൊക്കെ കുറേയെങ്കിലുമൊക്കെ തടയാൻ സഹായിക്കും. ആ ഇലയും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ കണ്ടോ, ഓയിൽ ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഫോമിലായിരിക്കും കിട്ടുക. നല്ല കറുത്ത കളറിൽ ആയിരിക്കും. നല്ല മണമാണ് കേട്ടോ. ഇത്രയും ഇലകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നല്ല മണമാണ്. അപ്പം നാട്ടിൽ എപ്പോഴെങ്കിലും പോകുമ്പോഴത്തേക്കും എണ്ണ കാച്ചുവാണെങ്കിൽ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്കപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.